കാര്യം കർത്താവ് എന്താ പറഞ്ഞത്? പരീക്ഷകൾ വരുന്നുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഓൾസോ ദീസ് സബ്ജക്ട്സ് ഓൾസോ വിൽ ബി ഡെൽറ്റ് വിത്ത് ഇൻ അവർ ക്ലാസസ് ലേറ്റർ. വി ഹാവ് ടെംപ്റ്റേഷൻ, ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻ, വിൽ സേ ദാറ്റ്. ഇവിടെ ഈ പരീക്ഷിക്കപ്പെടുന്ന കാലയളവിൽ ഞാൻ ഇതിന്റെ ഒരു വാട്ട് യു സേ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് വായിക്കാനായിട്ടാണ് ഞാൻ പരിശ്രമിക്കുന്നത്. പരീക്ഷിക്കപ്പെടുന്ന കാലയളവിൽ യേശുവിനുണ്ടായിരുന്ന മാനസികമായ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അവന്റെ ആത്മബോധത്തെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അവന്റെ ആത്മബോധത്തെ ഏത് രീതിയിൽ ഈ ഉപവാസം അവന് പ്രയോജനപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് പക്ഷെ അവിടെ ഡയറക്റ്റ് ആയിട്ട് എഴുതിയിട്ടില്ല. എന്നാൽ ഇതിന് ശേഷം നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുമ്പോഴും വന്ന ആദ്യത്തെ പരീക്ഷ, പിശാച് പറയുന്ന പരീക്ഷകളിലെ പ്രധാനപ്പെട്ട പരീക്ഷകൾ ആദ്യത്തെ പരീക്ഷ എന്താണ്? ഒന്നാമത് നമ്മളോട് ചോദിക്കുകയാണ്, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ് ടേൺ ദീസ് സ്റ്റോൺസ് ഇൻടു ലോസ് ഓഫ് ബ്രെഡ്. നീ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക. പിശാച് കൊണ്ട് കൊടുക്കുന്ന ആദ്യത്തെ പരീക്ഷയാണ് ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്. അവന്റെ ആത്മബോധത്തെ തിരിച്ചു മുറിക്കാൻ നോക്കുകയാണ്. ഡു യു തിങ്ക് ദാറ്റ് യു ആർ ദ സൺ ഓഫ് ഗോഡ്? നീ എന്താ ചിന്തിക്കുന്നത്? നീ ദൈവത്തിന്റെ പുത്രനാണെന്നാണോ? ആണോ? ശരിക്കും ആണോ? ആണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ ഒരു അത്ഭുതം പ്രവർത്തിച്ചൊരു കാര്യം ചെയ്യും, അതൊന്ന് തെളിയിക്കും. നീ ജസ്റ്റ് കമാൻഡ് that these stones shall turn into loaves of bread, and then you can certainly make sure that you are the son of God. നീ ഇതൊന്ന് പരീക്ഷിച്ചു നോക്ക്. പക്ഷെ കർത്താവ് പറഞ്ഞു അതിന്റെ ആവശ്യമില്ല. because I know I am the son of God, and every word that proceeds from the mouth of my father tells me that I am the son of God. എന്റെ പിതാവിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അത്ഭുതമൊന്നും ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ എനിക്ക് എന്തോ അറിയാം, ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്ന്. ഇല്ല, ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ളത് എനിക്ക് അറിയാം. കാര്യം എന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും തമ്മിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പൗലോസ് പറയാണ്, എങ്ങനെയാ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ളത് നമ്മൾ അറിയുന്നത്? ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയും. ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയും. ബാക്കിയുള്ളതൊക്കെ നമ്മളെ എത്ര അത്ഭുതം കണ്ടാലും, എത്ര രോഗശാന്തി പ്രാപിച്ചാലും, എന്തെല്ലാം ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ സംശയം ഉണ്ടാകും. പിശാച് അതിനെല്ലാം തകർത്ത് കളയും. പക്ഷേ ആത്മതലത്തിൽ നമുക്കുണ്ടാകുന്ന ബോധ്യം ഒരിക്കലും തകർക്കാനായിട്ട് പിശാചിന് കഴിയത്തില്ല. കർത്താവിനോട് ഇങ്ങനെ ഷഫിൾ ചെയ്യാനായിട്ട്, അവന്റെ ചിന്തകളെ ഷഫിൾ ചെയ്യാനായിട്ട് ഒത്തിരി പരിശുദ്ധാത്മാവിൽ അവൻ ഉപവസിക്കുന്ന സമയത്ത് പിശാച് പരിശ്രമിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ചിന്ത. എന്നാൽ മരുഭൂമിയിൽ വെച്ച് യേശു തന്റെ ദൗത്യത്തെ ഒന്നുകൂടി ആഴത്തിൽ ഉറപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി താൻ ഈ ഭൂമിയിലേക്ക് വന്നെന്നുള്ള പൂർണ്ണമായ ബോധ്യം അവന്റെ ഹൃദയത്തിൽ അവനുണ്ടാവുകയാണ്. അവൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു, ഞാൻ എന്തിനു വേണ്ടിയാണ് വന്നത്, എന്താണ് എന്റെ മിഷൻ എന്താണ്, അതവൻ മനസ്സിലാക്കുന്നുണ്ട്. കാര്യം അവൻ അവിടുന്ന് നേരെ പോകുന്നത് എവിടെയാണ്? നസറത്തിൽ ചെല്ലുകയാണ്. അതിനുശേഷം അവൻ ഇൻഫാക്ട് യോഹന്നാനെ തടവിലാക്കുന്നുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങളിലേക്ക് സംഭവിക്കുന്നുണ്ട്. ഇൻഫാക്ട് 4-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ വളർന്ന നസറത്തിൽ വന്നു. അവൻ വളർന്ന് അവിടെ 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. തന്റെ ശ്രുതി ചുറ്റുമുള്ള എല്ലാ നാടുകളിലും പരന്നു. ആത്മാവിന്റെ ശക്തിയോടെ മനസ്സിലാക്കണം. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അവൻ മടങ്ങി പോകുമ്പോഴത്തേക്ക് എന്താണ്? 40 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് മടങ്ങി പോകുമ്പോഴത്തേക്ക് he was with the power of the Holy Spirit he is going to Galilee. The power of the Holy Spirit. ആത്മാവിന്റെ ശക്തിയോടെ അവൻ ഗലീലയിൽ മടങ്ങിച്ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താണ്? അവൻ നേരെ പള്ളിയിൽ പോയി പ്രസംഗിക്കുകയാണ്. പള്ളിയിൽ പോയി പ്രസംഗിക്കുമ്പോൾ ഈ ഭാഗവും ഇതുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോഴാണ് എന്താണ് ഇവൻ ഈ 40 ദിവസം കൊണ്ട് ദൈവാത്മാവ് അവനോട് സംസാരിച്ചത്, അല്ലെങ്കിൽ അവന്റെ മിഷനെ കുറിച്ച്, അവന്റെ ദൗത്യത്തെക്കുറിച്ച്. ഏതാണെങ്കിലും ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ഉപവാസം എടുത്തത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ആ ദൗത്യത്തെക്കുറിച്ച് പിതാവ് അവനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവൻ പറയാണ് 18-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അവൻ വളരെ നസറത്തിൽ വന്നു, ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരനെ തിരികെ കൊടുത്തിട്ട് ഇരുന്നു. ഇൻഫാക്ട് അവൻ പ്രൊക്ലെയിം ചെയ്യുകയാണ്, ദിസ് ഇസ് ഹിസ് നസ്രത്ത് മാനിഫെസ്റ്റോ. നാസറത്ത് മാനിഫെസ്റ്റോ അവൻ പ്രൊക്ലെയിം ചെയ്തു. യു നോ വൈ ഐ ഹാവ് കം ടു ദിസ് വേൾഡ്. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതിനാണെന്ന് അറിയാമോ? ഞാൻ വന്ന് വെറുതെ ഒന്നുമല്ല. ഐ നോ ഫോർ വാട്ട് പർപ്പസ് ഐ ഹാവ് കം. ഞാൻ എന്തിനു വേണ്ടി വന്നുള്ളതിനെ കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം എനിക്ക് ഉണ്ട്. എന്താണ്? ഐ ഹാവ് കം ടു പ്രീച്ച് ഗോസ്പൽ ടു ദ പൂർ. ഞാൻ വന്നത് ദരിദ്രരോട് സുവിശേഷം അറിയിക്കും. ഓക്കെ, കർത്താവ് പ്രൊക്ലെയിം ചെയ്യും. കാര്യം ഈ 40 ദിവസം
മരുഭൂമിയിൽ അവന്റെ പിതാവുമായിട്ട് സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് യു ടു ഡു. യു ഹാവ് ടു പ്രീച്ച് ഗോസ്പൽ ടു ദ പുവർ. അതിനാണ് യെശയ്യാവിന് ഞാൻ പണ്ട് തൊട്ട് ആലോചന കൊടുത്തത്. ഐ വോണ്ട് ടു സീ ദാറ്റ് ദ പ്രൊഫസി ദാറ്റ് ഐ ഹാവ് given to Isaiah is fulfilled in you, that you are preaching gospel to the poor. And അവിടെ എഴുതിയിരിക്കുന്നത്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ ദൈവത്തിന്റെ ആത്മാവെന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ, ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് കിടക്കുകയാണ്. ഒന്ന്, ഹി ഈസ് അനോയിന്റഡ് വിത്ത് എ പേർപ്പസ്. അതാണ് അവൻ മരുഭൂമിയിൽ വെച്ച് മനസ്സിലാക്കിയ കാര്യം. ഭൂമി വന്ന് വെറുതെ ഒന്ന് ജീവിച്ചൊക്കെ പോകാനോ ആ അനോയിന്റിങ് കാണിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഭൂമിയിൽ ജീവിക്കുക, ഈവൻ ജീവിച്ച് മരിക്കുക എന്നുള്ളത് തന്നെ ഒന്നുമല്ല അവന്റെ ദൗത്യം. ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ദി ബിഗസ്റ്റ് തിങ് ദാറ്റ് ജീസസ് ഡിഡ് വെൻ ഹി വാസ് ഇൻ ദിസ് വേൾഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹി ഹാഡ് അനദർ റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. സംടൈംസ് വി കോൾ, അങ്ങനെ പറയാറുണ്ട് അല്ലേ? ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയും, നീ വന്നത് ഇതിനാണ്, പക്ഷെ ദർ ആർ സം റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ഇല്ലേ? വന്നത് എന്തിനു വേണ്ടിയാണ്? മരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ there are some related responsibilities. What is that? ദരിദ്രരോട് സുവിശേഷം അറിയിക്കാനായിട്ടാണ് എന്റെ അനോയിന്റിങ്. പർപ്പസ് ഇല്ലാതല്ല. There is a purpose behind my anointing, and that is to preach the gospel to the poor. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് എന്റെ അനോയിന്റിങ്. അതിനുവേണ്ടി ഞാൻ എന്നെ അനോയിന്റ് ചെയ്തത്. അതിനുവേണ്ടി കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അതിന്റെ അർത്ഥം, ദൈവം അനോയിന്റ് ചെയ്യുന്ന ഓരോ കാര്യത്തിനും ദൈവം എന്ത് കൊടുക്കുന്നുണ്ട്? ശക്തിയെ, ആത്മാവിനെ കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് പഴയ നിയമത്തിലൊക്കെ കണ്ടുണ്ട്. മോശ എന്ത് ചെയ്യണമായിരുന്നു? അതിനുള്ള ആത്മാവ് മോശയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ യേശു പറയാണ്, ഐ നോ ഫോർ വാട്ട് പർപ്പസ് ഐ ഹാവ് കം ഹിയർ. വാട്ട് ഈസ് മൈ മിഷൻ? മൈ മിഷൻ ഈസ് ടു പ്രീച്ച് ദ ഗോസ്പൽ ആൻഡ് ഐ ആം അനോയിന്റഡ് ബൈ മൈ ഗോഡ് ആൻഡ് ഐ ഹാവ് ഹിസ് സ്പിരിറ്റ് അപ്പോൺ മീ. അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന പർപ്പസ് ഉണ്ട്. ആ പർപ്പസിനനുസരിച്ച് കർത്താവ് എന്തോട് തരുന്നുണ്ട്? നമുക്ക് ആത്മാവിനെ തരുന്നുണ്ട്. ആ പർപ്പസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഒന്നാമത് പറയുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക. പിന്നെ അങ്ങോട്ട് തുടർന്ന് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ ദരിദ്രരോട് സുവിശേഷം, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതർക്ക് വിടുതൽ, ഫൈനലി കർത്താവിന്റെ പ്രസാദവർഷം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ആദ്യം തന്നെ ഇവനോട് പറയുന്നതെന്നറിയോ? നീ ആരോടാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്? To the poor. To the poor. That is a big mystery we should understand. Many times we have a tendency to identify with the rich, the religious. നമ്മുടെ എല്ലാം ടെൻഡൻസി എന്താണെന്നറിയാം? ഏറ്റവും ധനികര്, ഏറ്റവും റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ഥാനമുള്ള ആളുകൾ, മാന്യതയുള്ള ആളുകൾ, ഇവരുമായിട്ട് ഐഡന്റിഫൈ ആണ് നമ്മുടെ ടെൻഡൻസി. പക്ഷെ സുവിശേഷത്തിന്റെ ഐഡന്റിഫിക്കേഷൻ അങ്ങനെയല്ല. ലോകത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും സുവിശേഷം എപ്പോഴും ആരെയാണ് കൂടുതൽ ആകർഷിച്ചിട്ടുള്ളതും കൂടുതൽ സ്വീകരിച്ചിട്ടുള്ളതും ആരാണ്? ഇറ്റ് ഈസ് ദ പുവർ. ഇറ്റ് ഈസ് ദ പുവർ, നോ ഡൗട്ട്, നോ ഡൗട്ട്. പൗലോസിന്റെ ലേഖനങ്ങളിലെല്ലാം തുടർമാനമായിട്ട് പറയുന്ന കാര്യമാണ്. ദൈവം മാന്യതയുള്ളവരെ അല്ലെങ്കിൽ ബലവാന്മാരെ ലജ്ജിപ്പിക്കേണ്ടത് ദൈവം ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. അല്ലെങ്കിൽ ഓരോ യാക്കോബിന്റെ ലേഖനത്തിനും പറയുന്നു, ആരാ നിങ്ങളെ പീഡിപ്പിക്കുന്നത്? ധനികന്മാരല്ലയോ? അവരല്ല വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ദ പുവർ. It is always the poor. That is very important. നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ ആരാ കൂടുതൽ കർത്താവിന്റെ പുറകെ വരുന്നത്? ഇറ്റ് ഇസ് ദ പുവർ, ദോസ് ഹു ആർ ഇൻ നീഡ്. അല്ലേ? ഈ കാശുള്ളവരാണെങ്കിലും കാശ് പോകുമ്പോഴല്ലേ വരുന്നത്? അല്ലേ? കാശുള്ളവന് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ ഇപ്പം പെന്തിക്കോസ് വളരുന്നതിന്റെ പ്രധാന കാരണക്കാര് ബ്ലേഡ് കമ്പനിക്കാരാ. ബ്ലേഡ് കമ്പനിയിൽ നിന്ന് കട കൊടുക്കും, ഒരു കടം കയറി പാടെ ഒരു രക്ഷയില്ലാതായി വരുമ്പോഴത്തേക്ക് ആരെങ്കിലും വന്ന് പ്രാർത്ഥിക്കും. ബ്ലേഡ് കമ്പനിക്കാരില്ലായിരുന്നെങ്കിൽ ഇത്രയും പെന്തിക്കോസ് എന്നാണെങ്കിലും ഉണ്ടാകുന്നില്ലായിരുന്നു. അപ്പൊ ബ്ലേഡ് കമ്പനിക്കാരാണ് വാസ്തവത്തില് നമ്മുടെ നാട്ടിൽ പെന്തിക്കോസിന് ആൾ കൂടാനുള്ള ഒരു പ്രധാന കാരണമാണ് ബ്ലേഡ് കമ്പനിക്കാർ. ഞാൻ പറഞ്ഞത് ആ ഫാക്റ്റിനെ അതിനെ നമുക്ക് കണ്ണടയ്ക്കാനായിട്ട് പറ്റത്തില്ല. ഇറ്റ് ഈസ് എ ഫാക്ട്. ഇറ്റ് ഈസ് എ ഫാക്ട്. Gospel is received always by the poor community. The poor community. And always we should look for that. പെന്തിക്കോസ് വന്നപ്പോൾ ആരായിരുന്നു? എല്ലാം പാവങ്ങൾ. The Black Holiness Churchന്റെ ഒരു പ്രീച്ചർ ആയിരുന്നു വില്യം ജെ സെയ്മൂർ. And he was the father of modern Pentecostalism. പുതിയ പെന്തിക്കോസിന്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് it was a Black Holiness preacher called William J. Seymour.
അസൂസ സ്ട്രീറ്റിലെ ഉണർവുണ്ട് തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് വില്ലേജ് സൈമുറാണ്. വട്ട് ഐ സെഡ്, ആ ഒരു ആസ്പെക്ട് നമുക്ക് മറന്നു കളയാനായിട്ട് പറ്റത്തില്ല. ഗോസ്പൽ ടു ദ പൂവർ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഗോസ്പൽ ടു ദ പൂവർ. ഇന്ത്യയിലാണെങ്കിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കും, നോർത്ത് ഇന്ത്യയിലൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ഹൈ കാസ്റ്റ് ഹിന്ദുസിന്റെ ഒരു പ്രത്യേകത, അവർ ഫിലോസഫിക്കലായിട്ടാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും ആലോചിക്കുന്നത്. അവർ ആലോചിച്ച് കഴിയുമ്പോൾ ഗോസ്പൽ ഈസ് ടു സിമ്പിൾ ഫോർ ദം. അത് അതിനകത്തൊരു പ്രശ്നം. ഞങ്ങൾ പലപ്പോഴും സുവിശേഷം അറിയിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയുന്നത്, ഭയ്യ ഞങ്ങൾ തലയും കുത്തി നിന്നിട്ട് ഞങ്ങൾക്ക് മോശം കിട്ടുന്നില്ല. നിങ്ങൾ പറയുന്നത് 2000 വർഷം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യന്റെ ഒന്ന് വിശ്വസിച്ചാൽ മതി, ഉടനെ ഞങ്ങൾ രക്ഷപ്രാപിക്കുന്നു. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ടു സിമ്പിൾ ഫോർ ദം. ഇറ്റ് ഈസ് ടു സിമ്പിൾ. നയമാൻ പറഞ്ഞതുപോലെ ഇതിനേക്കാളും നല്ല ഒന്നാന്തരം വെള്ളം ഞങ്ങളുടെ അവിടെ ഇഷ്ടംപോലെ നദികളുണ്ടായിട്ട് അതിനകത്തൊക്കെ മുങ്ങിയിട്ട് എനിക്ക് ഒരു വ്യത്യാസം ഉണ്ടായില്ലേ, ഈ കലകവെള്ളത്തിനകത്ത് ഒന്ന് മുങ്ങിയ ഉടനെ എനിക്ക് സൗഖ്യം പ്രാപിക്കുന്നു. ഇനി അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സിമ്പിൾ ഹാർട്ട് ഇല്ല. ബിക്കോസ് ദേ തിങ്ക് എന്താ കുറെ ആഴമുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ പറയുന്നത് ശരിയാണ്. അവർ ഇതെല്ലാം പരിശ്രമിച്ച് നോക്കിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മോക്ഷം പ്രാപിക്കാൻ പറ്റുന്നില്ല. സോ ഇറ്റ് ഈസ് ടു സിമ്പിൾ ഫോർ ദം, ടു സിമ്പിൾ. ദാറ്റ് ഇസ് എ പ്രോബ്ലം വിത്ത് ദോസ് പീപ്പിൾ. പക്ഷെ പുവർ പീപ്പിൾ അവരെന്തും പരീക്ഷിക്കാൻ തയ്യാറാണ്, അവരെന്തും പരീക്ഷിക്കാൻ തയ്യാറാണ്. ആൻഡ് ഈവൻ ഗോഡ് വോണ്ട് ടു സീ ദാറ്റ് എന്തുകൊണ്ടാണ് ഇത് കർത്താവ് എല്ലാവർക്കും ഒരുപോലെ ആക്കിയിരിക്കുന്നത്? വൈ? ഇത് ആർക്കും അപ്രാപ്യമായിരിക്കരുതെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. ഇത് ആർക്കും അപ്രാപ്യമായിരിക്കരുത്, എല്ലാവർക്കും പ്രാപ്യമായിരിക്കണം. രക്ഷ എല്ലാവർക്കും പ്രാപ്യമായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കും. അതിന് എന്തെങ്കിലും ചെലവ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ ചിലർക്കെങ്കിലും ഇതെന്താവും, അപ്രാപ്യം നമുക്ക് ലഭിക്കാതെ പോയി. ഏതെങ്കിലും ഒരു സ്ഥലത്തൊന്ന് ചെല്ലണമെന്ന് ഇതിന് നിർബന്ധം ഉണ്ടായിരുന്നെങ്കിൽ തളർവാദ രോഗികളായ എത്രയോ പേര് ഇതിനകത്തൊന്ന് മാറി നിൽക്കേണ്ടി വന്നു, അല്ലേ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ, എന്തെങ്കിലും പണം മുടക്കണമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ദരിദ്രരായ എത്രയോ ആളുകൾക്ക് ഇത് അപ്രാപ്യമായി, ഇല്ലേ? ഏതെങ്കിലും ഒരു കാര്യം കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞായിരുന്നെങ്കിൽ തന്നെ നമ്മളിപ്പം ഏതെങ്കിലും ബൈബിളിന്റെ 119 സങ്കീർത്തനം കാണാൻ പഠിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ മിക്കവാറും നമുക്ക് മിക്കവാറും ആർക്കും ഇത് 119 സങ്കീർത്തനം കാണാൻ പഠിച്ചാൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ മിക്കവാറും നമ്മൾ ആരും സ്വർഗ്ഗത്തിൽ പോകത്തില്ലായിരുന്നു, ഇല്ലേ? ഇനി നമുക്കെന്താണ് നമ്മളുടെ എബിലിറ്റീസിനെ ഒന്നും ബാധിക്കാത്ത നിലയിൽ കർത്താവ് ഇത് നമുക്ക് തന്നിരിക്കുന്നു. കാര്യം ഏതൊരു ദരിദ്രനും ഏത് രീതിയിൽ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് പണം മാത്രമല്ല, എനിക്കതിന്റെ ബുദ്ധിയിലാണെങ്കിലും പണത്തിലാണെങ്കിലും ആരോഗ്യത്തിലാണെങ്കിലും സാമൂഹിക സ്ഥിതിയിലാണെങ്കിലും എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ദ ഗോസ്പൽ ഈസ് പ്രീച്ച്ഡ് ടു ദ പുവർ. ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുകയും അവരത് സ്വീകരിക്കുകയും ചെയ്യുന്നു. ആൻഡ് ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതന്മാർക്ക് വിടുതൽ. ഐ എം നോട്ട് ഡിസ്ക്രൈബിംഗ് ഓൾ ദോസ് തിങ്സ്. ഇവിടെ കർത്താവ് പറയാണ്, ഞാന് വന്നിരിക്കുന്നത് ദരിദ്രരായ ആളുകൾ, ബദ്ധന്മാരായ ആളുകൾ. യെശയ്യാവിന്റെ പ്രവചനം 61-ാം അധ്യായത്തിന്റെ ഒരു വിവരണമാണ് നമ്മളിവിടെ കാണുന്നത്. അത് നമ്മൾ വീണ്ടും അത് വായിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ഭാഗം കൂടെ അങ്ങ് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു പോവുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന നമുക്ക് ആരോടൊക്കെയാണ് നോക്കുക. ഒന്നാമത് എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ. രണ്ടാമത് ഈ എളിയവൻ എന്ന് പറയുന്ന എബിയോൺ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, എളിയവൻ എന്ന് പറയുന്നത് ഒരു ഗതിയും ഇല്ലാത്തതാണ്. അത് ദരിദ്രൻ എന്നുള്ള വാക്ക് പോലും അതിനകത്ത് കറക്റ്റ് അല്ല. ഹീബ്രുവിലാകുമ്പോഴത്തേക്ക് അവിടെ പറയുന്നത് ഓൾമോസ്റ്റ് ഒരു സ്ലേസിന്റെ ഒരു എബിയോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുമില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ്, ഒന്നുമില്ലാത്തവൻ. ഓക്കെ, അടുത്തത് ഹൃദയം തകർന്നവരെ മുറിവിടുവൻ. അപ്പൊ ആരോടാണ് അടുത്ത ആള്? ഹൃദയം ബ്രോക്കൺ ഹാർട്ടഡ്. പക്ഷെ ഇതത്ര ഈസി ഒന്നുമല്ല കേട്ടോ. എളിയവരാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. ധനികരാകാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, പക്ഷെ എളിയവരാകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കഠിന ഹൃദയരാകാൻ കുറച്ചുകൂടെ എളുപ്പമാണ്, പക്ഷെ ഹൃദയം തകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. അത് നമുക്കൊക്കെ അറിയാം. എന്ത് ചെയ്തോ നമ്മുടെ ഹൃദയമൊന്നും അങ്ങനൊന്നും തകർന്നു പോകത്തൊന്നുമില്ല, ഇല്ലേ? സോ വി ആർ ഓൾ സ്ട്രോങ് പീപ്പിൾ, അല്ലേ? പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളല്ല ശക്തന്മാർ, ഞങ്ങളല്ല, ഇല്ലേ? എന്ന് പൗലോസിനെ കൊണ്ടുപോലും പറയിക്കത്തക്ക രീതിയിലുള്ള ശക്തി കൊരിന്ത്യ സഭയിലെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രോക്കൺ ഹാർട്ടഡ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ദി എക്സ്പീരിയൻസ് ഓഫ് brokenness, it is not a simple thing, and all God's blessings are